ഇത് അപകടമാണ്, ശ്രീചക്രം അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പാടില്ല, പറ്റത്തില്ല, അതെല്ലാം വിലക്കി ഭയപ്പെടുത്തി. എന്താണ് ശ്രീചക്രം ഒന്ന് വിശദീകരിക്കാമോ? ശ്രീചക്രം എന്ന് പറയുന്നത് സാക്ഷാൽ ത്രിപുരസുന്ദരി തന്നെയാണ് ശ്രീചക്രം. ശബരിമല ആവശ്യം പോലെ വർക്കുണ്ട്. പിന്നെന്തിനാണ് ഇങ്ങനെ അപകടത്തിൽ ചെന്ന് ചാടുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് ഞാൻ മാറിയിരുന്നു. അദ്ദേഹം ഇങ്ങനെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ വായിൽ നിന്ന് ശരി ഞാൻ നോക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അതൊരു ദേവീക്ഷേത്രത്തിൻ്റെ വർക്ക് ചെയ്തുകൊണ്ട് ശ്രീകോവിലിൻ്റെ പടിയിലിരിക്കുമ്പോഴാണ് മൂകാംബിക ക്ഷേത്രത്തിലേക്ക്, ശൃംഗേരി ക്ഷേത്രത്തിലെ സ്വാമിയാർക്ക് അവിടെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി, ഉടുപ്പി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ, പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ വേണ്ടാന്ന് മാറി നിന്നിട്ടും വരേണ്ടി വന്നു കഴിഞ്ഞാണ് അറിയുന്നത് നമ്മളെവിടെ എത്തിപ്പെട്ടത്. അത് പിന്നെ വളരെ ഭംഗിയായിട്ട് ആ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്തേ സുബ്രഹ്മണ്യൻ ജി. നമസ്തേ രഞ്ജിത് ജി. എന്താണ് ശ്രീചക്രം ഒന്ന് വിശദീകരിക്കാമോ? ശ്രീചക്രം എന്ന് പറയുന്നത് സാക്ഷാൽ ത്രിപുരസുന്ദരി തന്നെയാണ് ശ്രീചക്രം. ശ്രീചക്രത്തിലെ ബിന്ദുമണ്ഡല വാസിനിയാണ് ഭഗവതി. ശ്രീചക്രത്തിൻ്റെ ബിന്ദുമണ്ഡലത്തിലാണ് ഭഗവതി ഉള്ളത്. പിന്നെ ശ്രീചക്ര രഥ ആരൂഢ, ശ്രീചക്ര രഥം ആരൂഢമായിട്ടുള്ളവർ. അതുപോലെ തന്നെ ഋഷീശ്വരന്മാർ ദേവിയെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് ഉപാസകർക്ക് ശ്രീ ലളിത സഹസ്രനാമത്തിൽ നിന്ന് ചിട്ടപ്പെടുത്തിയ ഒരു ഉപാധിയാണ് ശ്രീചക്രം. അതായത് ലളിതാ പരമേശ്വരിയെ ഉപാസിക്കുവാൻ വേണ്ടി ലളിതാ സഹസ്രനാമത്തിൽ നിന്ന് ആവിർഭവിച്ച ഒരു മീഡിയമാണ്, ഒരു മാധ്യമമാണ്. ഒരു മാധ്യമമാണ് ശ്രീചക്രം. അത് ചിട്ടപ്പെടുത്തി എടുത്തത് ഉപാസകർക്ക് ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ് അങ്ങനെ ചിട്ടപ്പെടുത്തിയത്? ഇത് ചിട്ടപ്പെടുത്തിയത് ശരിക്കും ലോപമുദ്ര അമ്മയാണ് ഇതിനെ കണക്ക് ചിട്ടപ്പെടുത്തി. അതായത് ഹയഗ്രീവൻ അഗസ്ത്യമുനിക്ക് സഹസ്രനാമത്തെ ശ്രീവിദ്യയെക്കുറിച്ച് ചൊല്ലിക്കൊടുക്കുമ്പോൾ ഭഗവതി ഇത് കേട്ടിട്ട് പിന്നൊരു ഉപാധിയായിട്ടാണ് ശ്രീചക്രത്തെ ചിട്ടപ്പെടുത്തുന്നത്. അതായത് സഹസ്രനാമത്തിൽ ശ്രീവിദ്യയിലുള്ള എല്ലാ ദേവതകൾക്കും ഇരിപ്പിടമായിട്ട് ആണ് ശ്രീചക്രത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് വിശ്വകർമ്മ ദേവനെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെയാണ് ശ്രീചക്രം പിറന്നത്. അപ്പോൾ ആദ്യത്തെ ശ്രീചക്രം നിർമ്മിച്ചത് വിശ്വകർമാവാണ്. വിശ്വകർമാവാണ് നിർമ്മിച്ച് പിന്നെ ഇതിന് പല പിരിവുകളായിട്ട് പിന്നെ ഇങ്ങനെ പുറകോട്ട് വരിക. അങ്ങനെയാണ് ആദ്യത്തെ ശ്രീചക്രം പിറന്നത്. ഈ ശ്രീചക്രത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീചക്രവും ഉണ്ട്, ശ്രീയന്ത്രവും ഉണ്ട്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒന്നാണോ? രണ്ടും ഒന്ന് തന്നെ. അത് നമ്മൾ പറയുന്നതേ ഉള്ളൂ. പിന്നെ ചിലർ യന്ത്രം എന്ന് പറയുമ്പോൾ വരച്ചെടുക്കുന്നതിന് യന്ത്രം എന്ന് പറയുന്നു. അതും ശ്രീചക്രവുമാണ്, ശ്രീയന്ത്രവുമാണ്. പിന്നെ മേരു രൂപത്തിലും ചെയ്യുന്ന അതും ശ്രീചക്രമാണ്, മേരു എന്നും പറയാം. ശ്രീചക്രമാണ്, ശ്രീയന്ത്രമാണ്, മേരു യന്ത്രം എന്നും പറയും. അത് രണ്ടും ഒന്ന് തന്നെ. സംസാര ശൈലിയിൽ വരുന്നതുണ്ടെന്നേ ഉള്ളൂ. പേരിലുള്ള വ്യത്യാസമുണ്ട്. ഈ രൂപത്തിൽ വ്യത്യാസം. രൂപത്തിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശ്രീചക്രമാണ് എല്ലാം, യന്ത്രം എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങ് കേരളത്തിലെ ശ്രീചക്ര നിർമ്മാണത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഏതാണ്ട് എത്ര ശ്രീചക്രം ഇതുവരെ നിർമ്മിച്ചിട്ടുണ്ടാവും? ശ്രീചക്രം മാത്രം 1264 മെഴുകി ചെയ്തു കഴിഞ്ഞു. 1264 ശ്രീചക്രം സ്വന്തം കൈകൊണ്ട് രാഗി മിനുക്കി അങ്ങനെ മെഴുകിൽ ഇപ്പം 64ാമത്തേതാണ്. ഇപ്പൊ 14 60 ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ 14 മെഴുകി ചെയ്ത് അത് മണ്ണ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവിൽ 14 കയ്യിലുണ്ട്. പിന്നെ ഇനി ബാക്കി ഓർഡർ ഉണ്ട്, അത് മെഴുകി ചെയ്യാനുണ്ട്. അങ്ങനെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉൾപ്പെടെ 1264 ഇത്രയായി. പിന്നെ യന്ത്രങ്ങള്, മറ്റ് യന്ത്രങ്ങളുണ്ട്, അത് ഈ കണക്കിൽ വന്നിട്ടുണ്ട്. ഇല്ല, നമ്മളിപ്പോൾ ശ്രീചക്രത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് ശ്രീചക്രത്തിന്റെ മാത്രം കണക്ക് നമുക്ക് നോക്കാം. കാരണം അത് തന്നെ ഒരു വലിയ നമ്പറാണ് 1264 എന്ന് പറയുന്നത്. സുദർശന യന്ത്രമുണ്ട്, ബാലയന്ത്രമുണ്ട്, വാരാഹിയുണ്ട്, അങ്ങനെ അനേകം യന്ത്രങ്ങൾ വേറെയും ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ കണക്കായിട്ട് ചെയ്തില്ല, ശ്രീചക്രത്തിന്റെ മാത്രമേ കണക്കായിട്ട്. ഈ യന്ത്രങ്ങളൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത് വരയ്ക്കാനൊക്കെ? ശ്രീചക്രത്തിന്റെ കാര്യമല്ല, മറ്റ് യന്ത്രങ്ങളുടെ കാര്യം ചോദിക്കും. അല്ല, അത് നമുക്ക് അവർ തരും. പിന്നെ ഇതിൻ്റെ അനുബന്ധമായിട്ടെല്ലാം വന്ന് ചേരുവത്.
ഇതിൻ്റെ അനുബന്ധമായിട്ട് ഇപ്പം വാരാഹി ഇതെല്ലാം അനുബന്ധ ദേവതകളാണ്. അപ്പം അതിൻ്റെ യന്ത്രം നമുക്ക് ഈ വാരാഹി എന്ന് പറയുന്നത് ശ്രീചക്രത്തിലെ ഒരു ദേവതയല്ലേ? ശ്രീചക്രത്തിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ദേവതയല്ലേ? ഭഗവതിയുടെ സൈന്യാധിപയാണ് അതെ 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 വാരാഹി. അതെ. മാതങ്കി, മന്ത്രിണി. അപ്പം ഇതെല്ലാം തന്ത്രസമുച്ചയത്തിൽ ഇതിൻ്റെ യന്ത്രസമുച്ചയം, തന്ത്രസമുച്ചയം പോലെ തന്നെ യന്ത്രസമുച്ചയമാണ്. അതിൽ ഇതിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാ യന്ത്രങ്ങളുടെയും കണക്കുകളും. ആ യന്ത്രങ്ങൾ വരയ്ക്കുന്ന കണക്കാണ് കൊടുത്തിട്ടുണ്ട്. മേരുവായിട്ട് ചെയ്യുമ്പോൾ അതിനെ അംശിക്കുന്ന കണക്കുണ്ട്. ഓ, അപ്പോൾ ഈ വാരാഹി യന്ത്രത്തിനൊക്കെ മേരുണ്ടോ ഇതുപോലെ? ഉണ്ട്. അതൊക്കെ നിർമ്മിച്ചിട്ടുണ്ടോ? ഉണ്ട്. വാരാഹി ഉണ്ട്, പൃഥ്വിങ്കര ഉണ്ട്, കാളിയുണ്ട്. അങ്ങനെ വാരാഹി, പൃഥ്വിങ്കര, മാതങ്കി, കാളി, ബാലാംബിക. ബാലാംബിക ഭഗവതി തന്നെയാണ്. ഭഗവതിയുടെ മകളെന്നും പറയുന്നു. ഭഗവതിയുടെ മടി ബാലാംബിക എന്ന് പറയുമ്പോൾ ബാലാ ത്രിപുര സുന്ദരി അല്ലേ? അതെ അതെ, ബാലാ ത്രിപുര സുന്ദരി. അതിനും മേലുണ്ട്. അങ്ങനെ ഇതെല്ലാം ഞാൻ കൂട്ടിയിട്ടില്ല. ഈ ശ്രീയന്ത്രം മാത്രമാണ് ഈ കണക്കിൽ വന്നിട്ടുള്ളത്. ഈ ശ്രീചക്രത്തിൽ വിവിധ തരമുണ്ടല്ലോ, അതായത് മുകളിലേക്ക് മുഴുവനായിട്ടുള്ളത്, പകുതിയുള്ളത്, പിന്നെ തറനിരപ്പിൽ തന്നെ നിൽക്കുന്നത്. ഇതൊക്കെ തമ്മിൽ ഇതെന്താ? ഇതിനൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തി ഒന്ന് വിശദീകരിക്കാം. പ്രസ്ഥാരങ്ങൾ എന്ന് പറയും. അതായത് ഈ 3 തരത്തിനെയും പ്രസ്ഥാരങ്ങളെന്നാണ്. പ്രസ്ഥാരങ്ങളെന്നാണ്. ഇതിന് 3 ഓരോ പൂജാവിധികളുണ്ട്. ഭൂപ്രസ്ഥാരം എന്ന് പറയുമ്പോൾ അത് സംഹാരക്രമമാണ്. ഭൂപ്രസ്ഥാരം എന്ന് പറയുന്നത് ഏതാ? അതായത് നേരെ വരച്ച് കാണിക്കുന്ന, നമ്മൾ തറയിൽ വരച്ച് അല്ലെങ്കിൽ തകിടിൽ ഒന്ന് കാണിക്കാമോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭൂപ്രസ്ഥാരം? അതായത് ഈ ഇരിക്കുന്ന രൂപമാണ് ഭൂപ്രസ്ഥാരം അല്ലേ? അതെ. ഓ ശരി. അടുത്തത് ഭൂപ്രസ്ഥാരം കഴിഞ്ഞാൽ? ഭൂപ്രസ്ഥാരം കഴിഞ്ഞ് പിന്നെ ശരിക്കും 3 പ്രസ്ഥാരം എന്നും പറയുന്നുണ്ട്, 5 പ്രസ്ഥാരം എന്നും പറയുന്നുണ്ട്. ഭൂപ്രസ്ഥാരം കഴിഞ്ഞാൽ പിന്നെ കൈലാസ പ്രസ്ഥാനം. അതൊക്കെ ഉയരത്തിലാണ് കണക്ക് കൂട്ടുന്നത്. പിന്നുള്ളത് മേരു പ്രസ്ഥാനം, അതായത് പൂർണ്ണമേരു. ഇതാണ് സാധാരണ എല്ലായിടത്തും ശ്രീചക്രമായി കാണുന്നത്, പൂർണ്ണമേരു. പൂർണ്ണമേരു. ഓ, ഇതിന് മേരു എന്നാണ് പറയുന്നത്. മേരു എന്നാണ്. പൂർണ്ണമേരു. മേരു എന്ന അർത്ഥത്തിന് പർവ്വതം എന്നും അർത്ഥമുണ്ട്. അതായത് ഈ സുമേരു മധ്യ ശൃംഗസ്ഥ അങ്ങനെ ഒരു. അതെ, സുമേരു മധ്യ ശൃംഗസ്ഥ. സുമേരു മധ്യത്തിൽ, അതായത് ബിന്ദുമണ്ഡലവാസിനി. സുമേരു മധ്യ ശൃംഗസ്ഥയാണ് ഭഗവതി. സുമേരുവിന്റെ മധ്യത്തിൽ ബിന്ദുവിൽ ബിന്ദുമണ്ഡലവാസിനി. ഈ സുമേരു എന്ന് പറയുന്നത് ഒരു പർവ്വതമല്ലേ? സുമേരു പർവ്വതം, അത് തന്നെയാണ് മേരു. ഓ, അതിൽ നിന്നാണ് ഈ മേരു ഉണ്ടാകുന്നത്. അതെ. ഈ മേരു എന്നുള്ള വാക്കിന്റെ ഉത്ഭവം സുമേരു പർവ്വതത്തിൽ നിന്നുള്ള. മേരു എന്ന് പറഞ്ഞാൽ മഹാമേരു എന്ന് പറഞ്ഞാൽ മഹാപർവ്വതം, പർവ്വതമാണ്. പിന്നെ മനുഷ്യ ശരീരമായിട്ടും കൂടാണ് ഈ മേരുവിനെ കാണുന്നത്. ഇത് മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രതിരൂപമാണ്. പ്രതിരൂപമാണ്. ഭഗവതിയുടെ സ്ഥൂല ശരീരം അല്ലെങ്കിൽ മനുഷ്യന്റെ സ്ഥൂല ശരീരത്തിൽ നിന്ന് ഭഗവതിയുടെ സൂക്ഷ്മ ശരീരത്തിലേക്കുള്ളൊരു യാത്രയുടെ ഉപാധിയും കൂടാണ്. ഓക്കെ, അതായത് ഉപാസകന്റെ സ്ഥൂല ശരീരത്തിൽ നിന്ന് ഈ മാധ്യമം ഉപയോഗിച്ച് ഭഗവതിയുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് ലയിക്കാൻ അതിനുള്ള മാധ്യമമാണ്. അപ്പോൾ പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പം മേരുവെല്ലാം പ്രാണപ്രതിഷ്ഠ ചെയ്യണം. അപ്പം ഉപാസകന്റെ പ്രാണനെയാണ് മേരുവിലേക്ക് കൊടുക്കുന്നത്. ഓ, അപ്പോൾ അതാണ് ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ആദ്യം ഭൂപ്രസ്ഥാരം, കൈലാസ പ്രസ്ഥാരം, മേരു പ്രസ്ഥാരം, ഈ 3 ടൈപ്പ് പ്രസ്ഥാരങ്ങളാണുള്ളത്, 3 രീതികളാണ്. പിന്നെയുണ്ട്, പിന്നെ 2 പ്രസ്ഥാരങ്ങളുണ്ട്. എന്തൊക്കെയാണ് അത് കൂർമ്മ പ്രസ്ഥാരം. കൂർമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ആമയുടെ രൂപത്തിൽ വരും, പുറം രൂപത്തിൽ. പിന്നെ പാതാള പ്രസ്ഥാരം, തിരിച്ചു വെക്കുന്നത് അല്ലേ? തിരിച്ചു വെക്കുന്നതുകൊണ്ട് അർദ്ധപാതാളമുണ്ട്, പൂർണ്ണ പാതാളമുണ്ട്. അതായത് നമ്മൾ ഇപ്പൊ കണ്ട മേരു എങ്ങനെ കാണുന്നു, മുകളിലേക്ക് കാണുന്നു, അതേപോലെ താഴേക്ക് പോകും. മേരു താഴേക്ക് പോകും. പിന്നെ അത് ചില ക്ഷേത്രങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, താഴേക്കാണ് അതിന്റെ ശ്രീചക്രം ഇരിക്കുന്നത്. ഗോപുരം മുതൽ താഴേക്ക് പോകുന്നത് കൊണ്ട്. പിന്നെ അർദ്ധപാതാളം, അതായത് പകുതി വരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ട് അവിടെ മുതൽ ഈ കോണുകളെല്ലാം താഴേക്ക് പോകും. അങ്ങനെ അതും പാതാള പ്രസ്ഥാനമാണ്. ഓ ശരി ശരി. അത് അവരുടെ പൂജാ പദ്ധതി അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇത് ഈ 3ഉം, അതായത് ഇപ്പോൾ പറഞ്ഞ കൈലാസ പ്രസ്ഥാനമായാലും ഭൂപ്രസ്ഥാനമായാലും ഇതൊരാൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? ആരാ തീരുമാനിക്കുന്നത്? അത് അവരുടെ പരമ്പരയാണ്, ഉപാസകന്റെ പരമ്പരയാണ്. ഉപാസകന്റെ പരമ്പരയാണ്, അവരുടെ പൂജയുടെ കണക്ക് പരമ്പര. അപ്പോൾ ഇത് പരമ്പര ഇല്ലാണ്ട് ഒരു ഉപാസകർക്ക് മേരു സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ ആ പരമ്പരയിലാണ് ഇത് നിശ്ചയിക്കുന്നത്, ഗുരുവാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഉപാസകന്റെ ഗുരുവാണ് പറയുന്നത് താങ്കൾ ഏത് മേരു ഏത് പ്രസ്ഥാനം സ്വീകരിക്കണമെന്നുള്ള ഗുരുവാണ് നിശ്ചയിക്കുന്നത്. ഓ ശരി. പിന്നെ പൂർണ്ണമേരുവിൽ തന്നെ അർദ്ധമേരു ഉണ്ട്. അർദ്ധമേരു തന്നെ 3
തരത്തിലുണ്ട്. ഇപ്പം നമ്മൾ കാണിച്ചത് പൂർണ്ണമേരുവല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ പകുതി വരുന്നതാണോ അർദ്ധമേരു? അതിൻ്റെ പകുതി, അർദ്ധം പകുതിയാണ്. പിന്നെ അത് തന്നെ 3 ടൈപ്പ്. അതായത് പൂർണ്ണമേരു 27 യവം ആണെങ്കിൽ, ഒരളവ് ഞാൻ പറഞ്ഞ പല അളവുണ്ട്, 27 യവം ആണെങ്കിൽ അർദ്ധമേരുവിൻ്റെ ഉയരം വരുമ്പം 13.5 വരും. ഓ, ഈ യവം കണക്കിലാണോ ഇത് നിർമ്മിക്കുന്നത്? ഇതെല്ലാം യവം കണക്കാണ്. അപ്പം യവമാണ് ഇതിൻ്റെ അടിസ്ഥാന കണക്ക്. പിന്നെ നമ്മളിതിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. സ്കെയിലിൽ വെച്ചാണല്ലോ അളക്കുന്നത്. അതെ അതെ. അങ്ങനെ മില്ലിമീറ്റർ. അപ്പം ഏതാണ്ട് 10 സെൻറ്റിമീറ്റർ അടുപ്പിച്ച് വരും ഈ 27 യവം എന്നാണ്. അതിനെ നമ്മൾ 10 സെൻറ്റിമീറ്റർ ചതുരമാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഉയരം വരും. അപ്പോൾ അതാണ് അർദ്ധമേരു. അതിൽ പിന്നെ വേറെ 2 തിരിവുകളുണ്ട്. അർദ്ധമേരു തന്നെ, അതിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ 5 പ്രസ്ഥാനങ്ങൾ, പിന്നെ അർദ്ധമേരു, അതിൽ 3 തിരിവ്. അങ്ങനെ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡാണ്. ഇപ്പോൾ ഈ ശ്രീചക്രം ഇത് എന്തെല്ലാം ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു ഉപാസകൻ വെറുതെ പൂജ നടത്താനാണോ, അതോ എന്താണ് അതിൻ്റെ അദ്ദേഹം? മോക്ഷ ഭഗവതിയിലേക്ക് ലയിക്കുക, മോക്ഷം. ഒരു ജന്മത്തിൻ്റെ നമ്മൾ എത്രയോ ജന്മം എടുത്തോ അങ്ങനെ മോക്ഷപ്രദം ആണ് ശ്രീചക്രം. മോക്ഷദായകമാണ്, മോക്ഷത്തിലേക്കുള്ള മാർഗമാണ്. അങ്ങേക്ക് ഈ കണക്കുകളൊക്കെ ഇതെങ്ങനെയാണ് പഠിച്ചത്? ഈ കണക്കുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടി? കണക്ക് അതൊരു വലിയ കഥയാണ്. എന്ന് പറഞ്ഞാൽ അത് ഈ ശ്രീചക്രം എൻ്റെ ബന്ധുക്കൾ മാന്നാർ വിഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്. ഓ, മാന്നാർ നമ്മുടെ ശില്പികളുടെ ആയിട്ടുള്ള ഒരു പ്രദേശമാണ്, ഗ്രാമം, വെങ്കല ഗ്രാമം. അപ്പോൾ അവിടെ എന്നോട് ഇങ്ങനെ ശബരിമലയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ശ്രീവിദ്യ ഉപാസകനായിരുന്നു. അദ്ദേഹം മേരു കാണിച്ചിട്ട് പറഞ്ഞു ഇത് ശ്രീയന്ത്രമാണ്, ഇത് ചെയ്യണമെന്ന്. അപ്പം ഞങ്ങൾ പാരമ്പര്യമായിട്ട് സ്വർണ്ണപ്പണിക്കാരൻ. പിന്നെ എൻജിനീയറിംഗ് പണിയെല്ലാം എനിക്കറിയാം. എൻജിനീയറിംഗ് പഠിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. അങ്ങനെ ശബരിമലയിൽ നിൽക്കുമ്പോഴാണ്. ഡിപ്ലോമയാണോ അതോ? അല്ല, അല്ലാതെ പഠിച്ചു. IT വടക്കേ ഇന്ത്യയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ എൻജിനീയറിങ്ങിൻ്റെ നല്ലൊരു വശങ്ങളൊക്കെ അറിയാം. പിന്നെ സ്വർണ്ണപ്പണി. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നൊരു നിർമ്മിതിയാണ് ഇത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഈ ശബരിമല വർക്കില്ലാതെ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഹാൻഡിക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഗുരുവായൂരുള്ള, അദ്ദേഹം ശ്രീവിദ്യ ഉപാസന, അദ്ദേഹം എൻ്റെ ഈ വർക്കുകളെ കണ്ടിട്ട് പറഞ്ഞു ഒരു ശ്രീചക്രം ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റും. എന്നിട്ട് അദ്ദേഹം തന്നെ ശ്രീചക്രം മേരു കാണിച്ചു. അന്ന് എനിക്കിത് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് മേരു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ബന്ധുക്കളോട് ചോദിച്ചു ഇതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അവരെല്ലാം വിലക്കി. ഇത് അപകടമാണ്, ശ്രീചക്രം അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പാടില്ല, പറ്റത്തില്ല, ഭയപ്പെടുത്തി. അങ്ങനെ ഭയപ്പെട്ട് കുറേ കാലം ഞാൻ മാറിയിരുന്നു. എന്തിനാ ശബരിമല ആവശ്യം പോലെ, അവരെല്ലാം പറഞ്ഞു ശബരിമല ആവശ്യം പോലെ വർക്കുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ അപകടത്തിൽ ചെന്ന് ചാടുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് ഞാൻ മാറിയിരുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ വായിൽ നിന്ന് ശരി ഞാൻ നോക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അതൊരു ദേവീക്ഷേത്രത്തിൻ്റെ വർക്ക് ചെയ്തുകൊണ്ട് ശ്രീകോവിലിൻ്റെ പടിയിലിരിക്കുമ്പോഴാണ്. 3-4 വർഷം ഞാനിത് പറ്റത്തില്ല എന്ന് മാറി നിന്നത്. അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ക്ഷേത്രത്തിൻ്റെ മൊത്തം റിനോവേഷൻ നടക്കുമായിരുന്നു, പിച്ചളയുടെ വർക്ക്. അപ്പോൾ അങ്ങനെ ശ്രീകോവിലിൻ്റെ പടിയിൽ ഞാനിരുന്നത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഫോൺ വരുന്നു. അതുവരെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരെ വഴക്കും പറഞ്ഞ് മാറിയുന്ന ഞാൻ ശരി നോക്കാമെന്ന് പറയുന്ന ഓട്ടോമാറ്റിക് എൻ്റെ വായിൽ വരുന്നു. അത് കഴിഞ്ഞ് 4 മണിക്ക് ഞങ്ങൾ ഫ്രീ ആകുന്നേരം സംസാരിക്കാമെന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ വഴി അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അവർ തന്നെ ഇതിൻ്റെ കണക്ക് വേറെ കോഴിക്കോട് ദേവശിഖാമണി എന്ന് പറഞ്ഞ സ്വാമിയുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ തിരുവല്ലയിൽ മനോജസ് നായർ, അദ്ദേഹം വാസ്തുവിദ്യ ഗുരുകുലം എഞ്ചിനീയറായിരുന്നു, ഗുരുവായിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ കണക്ക് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മനോജസ് നായർ സാറാണല്ലേ? അതെ, മനോജസ് നായർ സാറാണ്. അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം കണക്ക് തന്നു. അദ്ദേഹവും പറഞ്ഞു അപകടം പിടിച്ച പണിയാണ്, വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ ഇത് വരച്ചു. ആദ്യം എന്നെ ഇതിലേക്ക് ശ്രീചക്രം എന്ന് പറഞ്ഞ് എന്നെ ബന്ധപ്പെട്ടത് ബാബുരാജ് വെട്ടിക്കിഴി എന്ന് പറഞ്ഞ് ഗുരുവായൂർ, അദ്ദേഹമാണ് ശബരിമല പുസ്തകം സ്റ്റാളൊക്കെ നടത്തിയത്. അദ്ദേഹമാണ് ആദ്യം ശ്രീചക്രം എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടത്. അദ്ദേഹം എനിക്കിത്
ചട്ടമ്പി സ്വാമികൾ ശ്രീചക്രം വരയ്ക്കാനുള്ള കണക്ക് ചിട്ടപ്പെടുത്തി. ഈ ശ്രീചക്ര പൂജാ പദ്ധതി, അതെ, ആ പുസ്തകത്തിനകത്ത്, അതെ, ഇതിൽ വരയ്ക്കുന്ന കണക്കുണ്ട്. അങ്ങനെ ഞാനിത് വരച്ച് 7 മാസത്തോളം വരച്ച് കുറേ ശരിക്കും ഹൃദിസ്ഥമാക്കി, കണ്ണ് കെട്ടിയാലും വരയ്ക്കാവുന്ന തരത്തിൽ വരച്ച് പഠിച്ചു. പിന്നെ മേരു ചെയ്യുന്ന ഭാഗം വന്നപ്പോഴാണ് ബന്ധുക്കളൊക്കെ വിലക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ വിചാരിച്ചത് ഒരു വെല്ലുവിളി ഉള്ള പണി പൂർണ്ണമാക്കി വിജയിപ്പിക്കുക, അതായിരുന്നു മനസ്സിൽ. കാരണം പണ്ട് ഉള്ള കാരണവന്മാർ ഒരു ഉപകരണങ്ങൾ, ടൂൾസ് ഒന്നും ഇല്ലാതെ, സ്കെയിൽ പോലും ഇല്ലാതെ അവർ മടപ്പൊളിയിൽ മാർക്ക് ചെയ്താണ് ഇതൊക്കെ അളവെടുത്തുണ്ട്. ഈ മടപ്പൊളി കുറച്ച് കഴിയുമ്പോൾ ചുരുങ്ങും. അത് ആ കാലത്ത് അവർ ഇത് വാർത്ത് അതിനെ അരം കൈകൊണ്ട് കമ്പിയിൽ കൊത്തിയെടുത്താണ് അരം ഉണ്ടാക്കി. അങ്ങനെ രാഗി എടുത്ത് കണക്കൊപ്പിച്ച് അതിൽ ദൈവിക സാന്നിധ്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും സൗകര്യം ഉള്ള കാലത്ത് ടൂൾസ് ഇത്രയും സൗകര്യം, പിന്നെ ഒരുവിധം ടൂൾസ് എല്ലാം പ്രയോഗിക്കാൻ എനിക്കറിയാം. അപ്പോൾ എന്തുകൊണ്ട് പറ്റത്തില്ല എന്നൊരു മനസ്സിലൊരു തോന്നൽ വന്നു. അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി വളരെ ശ്രദ്ധിച്ച് ആദ്യം മെഴുകി ചെയ്ത് ഈ മനോജ് എസ് നായരെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു വാർത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വാർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുവിധപ്പെട്ട ശ്രീവിദ്യ ഉപാസകരെ അത് ഒരിടത്ത് ചെല്ലുമ്പോൾ അടുത്തടുത്തേക്ക് പറയും. അങ്ങനെ ഒരുപാട് പേരെ കേരളത്തിലെ ഒട്ടുമിക്ക ശ്രീവിദ്യ ഉപാസന പരമ്പരകളിലേക്കും അങ്ങ് ഇത് കൊടുത്തിട്ടുണ്ടല്ലേ? ഉണ്ട്, ഒട്ടുമിക്ക ഇടത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുവിധം കുടുംബക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ, മൂകാംബിക ക്ഷേത്രത്തിലേക്കുണ്ട്, ശൃംഗേരിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. മൂകാംബിക അമ്പലത്തിലെ അടികമാർ ക്ഷേത്രത്തിലേക്ക് അടികമാർ അവരുടെ വീട്ടിൽ വെക്കാൻ അവിടെ. അതുപോലെ ശൃംഗേരി ക്ഷേത്രത്തിലെ സ്വാമിയാർക്ക് അവിടെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉടുപ്പി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ, പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ അനുഗ്രഹീതമായ ഒരു എന്താ പറയുക അനുഭവ പരിചയമുള്ള ആളാണ് ഈ വിഷയത്തിൽ അല്ലേ? അനുഗ്രഹം ശരിക്കും പറഞ്ഞാൽ ശ്രീവിദ്യ മേരുവൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ വന്ന് പെട്ട സ്ഥലം എവിടെയാണ്. അത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇതിന് ശ്രീവിദ്യ എന്നൊരു പദ്ധതി ഉണ്ടെന്നും ലളിത സഹസ്രനാമം ഉണ്ടെന്നും. അപ്പോൾ തുടക്കത്തിൽ ഇത് അറിയുന്ന സമയത്ത് ശ്രീവിദ്യാ പദ്ധതിയെക്കുറിച്ച് ഒന്നും അങ്ങനെ അറിയില്ല? ഒന്നും അറിയത്തില്ല. പിന്നെ ഞാനിത് മേരു എന്നോട് ഒരു ആള് ഗുരുനാഥൻ പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ മേൽശാന്തി ശ്രീ ത്രിവിക്രമനടികളുടെ അടുത്ത് ഞാൻ പോയി അദ്ദേഹത്തെ കാണിക്കും. അപ്പം അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, അദ്ദേഹമാണ് പറഞ്ഞത് ശ്രീവിദ്യ ഉപാസന ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. മന്ത്രദീക്ഷ നമ്മൾ അതൊന്നും എനിക്ക് അറിഞ്ഞുവിടാ. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു സഹസ്രനാമം ചൊല്ലാറുണ്ടോ? ഞാൻ പറഞ്ഞു വീട്ടിൽ ഭാര്യ ചൊല്ലാറുണ്ട്. അല്ല, ഇദ്ദേഹം ചൊല്ലണം. ഇത് ശരിക്കും ശ്രീചക്രമാണ്. മുദ്രകളും പൂജകളും ഒന്നും അറിയില്ല, ആ പാട്ടിൽ പറയുന്നത് പോലെ തന്നെ അല്ലേ? അതെ, ഒന്നും അറിയാതെ വന്നു. അദ്ദേഹമാണ്, അതൊരു കർക്കിടക മാസമാണ് ശ്രീ ത്രിവിക്രമനടികളെ കാണുന്നത്. അന്നേരം അദ്ദേഹം പറഞ്ഞത് സഹസ്രനാമം, ലളിതാ സഹസ്രനാമം എങ്കിലും ചൊല്ലി തുടങ്ങിക്കോളൂ. അങ്ങനെ ഒരു ചിങ്ങം 1-ാം തീയതി മുതൽ സഹസ്രനാമം ചൊല്ലി. പിന്നാണ് അറിയുന്നത് ഇതിന് ഗുരു വേണം. ഇതിന് ശ്രീവിദ്യാ പദ്ധതി എന്ന് പറഞ്ഞ ഭയങ്കര ഒരു പദ്ധതിയാണ്. അപ്പം പിന്നാണ് അറിയുന്നത് ഇതിൻ്റെ ഒരു ആഴവും വ്യാപ്തിയൊക്കെ ശ്രീവിദ്യാ പദ്ധതി. പിന്നെ ഇത് നമ്മൾ ഒഴുക്കിൽപ്പെട്ടതുപോലെ വളരെ വലിയൊരു അനുഭൂതിയിൽ കൂടി കടന്നു വന്നതാണ്. അതെ, അതായത് വേണ്ടാന്ന് മാറി നിന്നിട്ടും വരേണ്ടി വന്നു കഴിഞ്ഞാണ് അറിയുന്നത് നമ്മൾ എവിടെ എത്തിപ്പെട്ടത്. അത് പിന്നെ വളരെ ഭംഗിയായിട്ട് ആ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് എന്നെ ഈങ്കോമല, തൃച്ചി ഈങ്കോമലയിലെ ത്രിവിക്രമനടികൾ സ്വാമികളോ? അതെ, ലളിതാ മഹിളാ സമാജത്തിലെ മാതാജിയുടെ അടുത്ത് എത്തിച്ചത്, മന്ത്രദീക്ഷയ്ക്കായിട്ട് എത്തിച്ചത്. ഇപ്പോൾ ഈങ്കോയ് മലയുടെ പരമ്പരയിലാണോ അങ്ങുള്ളത്? അതെ, അതെ, അവിടുത്തെ പരമ്പരയിൽ ലളിതാ മഹിളാ സമാജത്തിൽ. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ മേരുവിൻ്റെ രൂപം വേറെയാണ്, ശ്രീ ചക്രം തന്നെ. പക്ഷെ അംശിക്കുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടത്തേക്ക് കൊടുത്തിട്ടുണ്ടോ? മേരു ഉണ്ടാക്കിയിട്ടുണ്ടോ? കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ആവശ്യം അനുസരിച്ച് നമ്മുടെ ഇവിടെ തീരുന്നില്ല. അവിടെ ധാരാളം ശിഷ്യപരമ്പര ധാരാളമുള്ള ഒരു ഭാഗമാണല്ലോ. ഒരുപാട് പേര് ശിഷ്യന്മാരെ